എളുപ്പത്തിൽ പൈസയുണ്ടാക്കാനുള്ളൊരു വഴി. നമ്മളിൽ പലരും ഒരിക്കലെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുറക്കുന്നു, കുറച്ച് യൂട്യൂബ് വീഡിയോകളൊക്കെ കാണുന്നു, പിന്നെ വലിയ ആത്മവിശ്വാസത്തോടെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് നമ്മൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. കയ്യിലുള്ള പണം പതിയെ പതിയെ കുറഞ്ഞു വരുന്നു. പക്ഷേ ഒരു സത്യം പറയാം, ഇത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. ട്രേഡ് ചെയ്യാൻ വരുന്നവരിലെ 90% ആളുകൾക്കും പണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് മാർക്കറ്റ് ഭയങ്കര സംഭവമായതുകൊണ്ടൊന്നുമല്ല. മിക്കവാറും എല്ലാ തുടക്കക്കാരും ആവർത്തിക്കുന്ന ചില അടിസ്ഥാനപരമായ തെറ്റുകൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതെ, നിങ്ങൾ വിചാരിക്കുന്നതുപോലെ നിങ്ങളുടെ പരാജയത്തിന് കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയുടെ കുഴപ്പമൊന്നുമല്ല. യഥാർത്ഥ വില്ലൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മളെക്കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കുന്ന നമ്മുടെ ചിന്തകളും പെരുമാറ്റങ്ങളുമാണ് യഥാർത്ഥ പ്രശ്നം. നമുക്ക് അതൊന്ന് വിശദമായി നോക്കാം. അപ്പോൾ എന്താണ് ഈ ഒന്നാമത്തെ തെറ്റ്? സിമ്പിളാണ്. ഒരു പ്ലാനുമില്ലാതെ മാർക്കറ്റിലേക്ക് എടുത്തു ചാടുന്നത്. ഇതിന് ട്രേഡിംഗ് എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തരം ചൂതാട്ടമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരമില്ലാതെയാണ് പലരും ട്രേഡ് ചെയ്യുന്നത്. ഒരു ചാർട്ട് തുറക്കും, ആഹാ ഇത് മുകളിലേക്ക് പോകുന്നുണ്ടല്ലോ, വാങ്ങിയേക്കാം. അല്ലെങ്കിൽ അയ്യോ താഴേക്ക് വരുന്നല്ലോ, വിറ്റേക്കാം. ഇതല്ലേ ചിന്ത? ഇത് യുക്തിയല്ല, വെറും തോന്നലുകളാണ്. അതുകൊണ്ട് ഒന്ന് ഓർത്തോളൂ, നമ്മുടെ തോന്നലുകളെ മാത്രം വിശ്വസിച്ച് ചെയ്യുന്ന ട്രേഡിംഗ് ശരിക്കും ട്രേഡിംഗേ അല്ല. അതൊരു തരം ഊഹക്കച്ചവടമാണ്. അതിൽ ജയിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇവിടെയാണ് ഒരു തുടക്കക്കാരനും ഒരു പ്രൊഫഷണലും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഒരു പ്രൊഫഷണൽ കൃത്യമായ നിയമങ്ങളുള്ള ഒരു സിസ്റ്റം പിന്തുടരും. തന്റെ അവസരം വരുന്നതുവരെ ശാന്തനായി കാത്തിരിക്കും. പക്ഷെ ഒരു തുടക്കക്കാരനോ മാർക്കറ്റിന്റെ ഓരോ ചെറിയ അനക്കത്തിനും ടെൻഷനടിക്കും, പ്രതികരിക്കും. ശരി, ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. ആളുകൾക്ക് പണം നഷ്ടപ്പെടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം റിസ്ക് മാനേജ്മെന്റിന്റെ അഭാവം. നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. ഒരു ട്രേഡ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? എനിക്ക് എത്ര ലാഭം കിട്ടും എന്നാണോ, അതോ എനിക്ക് എത്ര നഷ്ടം വരാം എന്നാണോ? കണ്ടോ, ഇതാണ് ആ വ്യത്യാസം. സാധാരണക്കാരെപ്പോഴും ലക്ഷങ്ങളുടെ ലാഭം സ്വപ്നം കാണും. പക്ഷെ ഒരു പ്രൊഫഷണൽ ആദ്യം ചിന്തിക്കുന്നത് ഈ കളിയിൽ എനിക്ക് എത്ര നഷ്ടം സഹിക്കാൻ പറ്റും എന്നാണ്. ദേ, ഈ ഉദാഹരണം നോക്കൂ. 2 ട്രേഡർമാരുണ്ട്, എയും ബിയും. ട്രേഡർ എ ഓരോ ട്രേഡിലും തന്റെ കയ്യിലുള്ള പണത്തിന്റെ 2% മാത്രം റിസ്ക് എടുക്കുന്നു. പക്ഷെ ബി ആണെങ്കിലോ കുറച്ചുകൂടി ധൈര്യശാലിയാണ്, 20% റിസ്ക് എടുക്കും. ഇനി തുടർച്ചയായി 5 ട്രേഡ് അവർക്ക് നഷ്ടമായി എന്ന് വെക്കുക. എന്ത് സംഭവിക്കും? എക്ക് പോകുന്നത് വെറും 10% മാത്രം. അയാൾക്ക് ഇനിയും കളിയിൽ തുടരാം. പക്ഷെ ബിയുടെ കാര്യമോ? അക്കൗണ്ട് കാലി. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ജയിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, അത് തോൽവികളെ അതിജീവിച്ച് കളിയിൽ പിടിച്ചു നിൽക്കുന്നതിനെക്കുറിച്ചാണ്. സർവൈവ് ചെയ്യുക, അതാണ് ആദ്യത്തെ ലക്ഷ്യം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്രേഡിംഗിലെ ഏറ്റവും വലിയ യുദ്ധത്തെക്കുറിച്ചാണ്. ഇത് മാർക്കറ്റുമായിട്ടല്ല, നമ്മുടെ സ്വന്തം മനസ്സിനോടാണ്. നമ്മളെക്കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കുന്ന നമ്മുടെ വികാരങ്ങളോട്. നമ്മുടെ ഉള്ളിൽ 2 വലിയ വില്ലന്മാരുണ്ട്, ഭയവും അത്യാഗ്രഹവും. ഒരു ട്രേഡ് ലാഭത്തിലാകുമ്പോൾ ഭയം എന്ന് പറയും, മതി മതി വേഗം വിറ്റോ, അല്ലെങ്കിൽ കിട്ടിയത് കൂടി പോവും. അങ്ങനെ നമ്മൾ ചെറിയ ലാഭത്തിൽ ഇറങ്ങിപ്പോരും. ഇനി ട്രേഡ് നഷ്ടത്തിലായാലോ? അപ്പോൾ അത്യാഗ്രഹം വരും, സാരമില്ല ഇത് തിരിച്ചു കയറും, വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ആ നഷ്ടവും പിടിച്ചിരുന്ന് അവസാനം വലിയൊരു കുഴിയിൽ വീഴും. ഇതിനൊരു പേരുണ്ട്, റിവെഞ്ച് ട്രേഡിംഗ്. സംഭവം സിമ്പിളാണ്. ആദ്യം ഒരു നഷ്ടം വരുന്നു, നമുക്ക് ദേഷ്യവും വിഷമവും വരും. പിന്നെ ആ പോയ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്ന വാശിയിൽ ഒരു പ്ലാനുമില്ലാതെ വലിയൊരു ട്രേഡ് എടുക്കും. ഫലം അതിലും വലിയൊരു നഷ്ടം. പ്രൊഫഷണലുകൾക്ക് അറിയാവുന്നൊരു രഹസ്യമുണ്ട്. ചില സമയങ്ങളിൽ ഏറ്റവും നല്ല ട്രേഡെന്ന് പറയുന്നത് ഒരു ട്രേഡും ചെയ്യാതിരിക്കുന്നതാണ്. പക്ഷെ തുടക്കക്കാർക്ക് അങ്ങനെയല്ല. അവർക്കെപ്പോഴും മാർക്കറ്റിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ തിടുക്കമാണ് പലപ്പോഴും അപകടത്തിൽ ചാടിക്കുന്നത്. ഇനി 4ാമത്തെയും അവസാനത്തെയും തെറ്റിലേക്ക് വരാം. ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. യാഥാർത്ഥ്യമല്ലാത്ത പ്രതീക്ഷകൾ. സോഷ്യൽ മീഡിയ തുറന്നാൽ നിങ്ങൾ എന്താ കാണുന്നത്? ലാഭം കാണിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ, ആഡംബര കാറുകൾ, ലക്ഷറി ലൈഫ്. പക്ഷെ അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് ആരെങ്കിലും കാണിക്കാറുണ്ടോ? വർഷങ്ങളുടെ പഠനം, ആയിരക്കണക്കിന് തവണ പറ്റിയ തെറ്റുകൾ, ഉറക്കമില്ലാത്ത രാത്രികൾ. അതാണ് ശരിക്കുമുള്ള ട്രേഡിംഗ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കുക, ട്രേഡിംഗ് ഒരു ലോട്ടറിയല്ല, പണമുണ്ടാക്കാനുള്ള ഒരു എളുപ്പവഴിയുമല്ല. ഇതൊരു സ്കില്ലാണ്. ഒരു ഡോക്ടർ ആവാൻ പഠിക്കുന്നത് പോലെ, ഒരു എഞ്ചിനീയർ ആവാൻ പഠിക്കുന്നത് പോലെ ക്ഷമയോടെ കഷ്ടപ്പെട്ട് പഠിച്ചെടുക്കേണ്ട ഒരു കഴിവ്. അപ്പോൾ എന്താണ് ഈ രഹസ്യ സ്ട്രാറ്റജി? അത് യൂട്യൂബിൽ കാണുന്ന ഏതെങ്കിലും പുതിയ ഇൻഡിക്കേറ്ററല്ല. രഹസ്യം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ റിസ്ക് കൺട്രോൾ ചെയ്യുക, ഉണ്ടാക്കിയ പ്ലാൻ തെറ്റാതെ പിന്തുടരുക, കയ്യിലുള്ള കാശ് സംരക്ഷിക്കുക, ക്ഷമ കാണിക്കുക.
എല്ലാത്തിനും മുകളിൽ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. ഇതാണ് ആ രഹസ്യം. അവസാനമായി ഒന്നേ പറയാനുള്ളൂ. ട്രേഡിംഗിൽ നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി മാർക്കറ്റോ മറ്റ് ട്രേഡർമാരോ ഒന്നുമല്ല. അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലെ ഭയം, അത്യാഗ്രഹം, അക്ഷമ ഇതിനെ എന്നാണോ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നത്, അന്ന് നിങ്ങളൊരു യഥാർത്ഥ ട്രേഡറാകും.